നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ ഉൾപ്പെടെ എംപിമാർ മത്സരിക്കണോ എന്നതിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ. താൻ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല. വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസ് നേതൃക്യാമ്പ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികൾ സോണിയാഗാന്ധിയെ സന്ദർശിച്ചതിൽ അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു. യുഡിഎഫിന് വിജയസാധ്യത വർദ്ധിച്ചതോടെ സീറ്റ് ആഗ്രഹിക്കുന്നവരുടെ എണ്ണവും കൂടിയതായി കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎൽഎ. വിജയസാധ്യത കൂടുതലല്ലേ, അതുകൊണ്ട് ആഗ്രഹികളുടെ എണ്ണം കൂടും, സ്വാഭാവികമല്ലേ. യുഡിഎഫ് ജയിച്ചു വരുന്നുള്ള നല്ല ഒരു ട്രെൻഡ് രാജ്യത്തുണ്ട്, നാട്ടിലുണ്ട്. എംപിമാർ മത്സരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. കെപിസിസി പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ കെ സുധാകരന് നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു എന്ന ചോദ്യത്തിന് കെപിസിസി പ്രസിഡന്റിന്റെ മറുപടി ഇങ്ങനെ: ഞാനതൊന്ന് ഉറപ്പെടുക്കാൻ മാത്രം ഞാൻ ആരുമല്ലല്ലോ. ഇനി ഇതിനാ ഞാനിങ്ങനെ ഉറപ്പെടുക്കും. കെപിസിസി പ്രസിഡന്റായ താൻ മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാൻ മത്സരിക്കണം എന്നുള്ള നിങ്ങളുടെ നിർബന്ധം, ഞാൻ മത്സരിക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. 2011 രമേശ് ചെന്നിത്തല മത്സരിച്ചു, 24 കെ സുധാകരൻ മത്സരിച്ചു. മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടില്ല. പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാതെയും ചിരിച്ചും ഒഴിഞ്ഞുമാറുകയായിരുന്നു കെപിസിസി പ്രസിഡന്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തിച്ചത് ആരാണ് എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. അന്വേഷിക്കേണ്ട യാതൊരു കാര്യങ്ങളും അതിലില്ല. CPM-ന്റെയും BJP-യുടെയും സ്വപ്നം പോണിയില്ല. അവരെ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയും. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതികളെ രക്ഷിക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും സണ്ണി ജോസഫ് MLA വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.